അങ്ങനെ കല്ല് മിസ്സായേക്കാണ് ഗൈസ്. ശ്വേത ചേച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ കല്ല് ഇരിക്കുന്ന അവസ്ഥ, അത് സാബുച്ചേട്ടൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കോണിസ്റ്റ് ചിന്തിക്കാനും ക്രൂക്കഡായിട്ട് ചിന്തിക്കാനും ഒക്കെ ഭയങ്കര നോട്ടി തോട്ടാണ്. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലെ തോട്ടാണ് പുള്ളിക്ക് വരിക. അപ്പം അത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഈ സാധനം ഇട്ടിട്ട് ഫ്രീസറിൽ കൊണ്ട് വച്ചേക്കാണ്. ഒരു മനുഷ്യനും എക്സ്പെക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ചിന്തിക്കില്ല ഫ്രിഡ്ജിൽ കൊണ്ട് വച്ചിട്ടുണ്ടാവുമെന്ന്. അവിടെ മൊത്തം കിടന്ന് പരക്കം വാങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് ഐസായി, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യത്തിന് ഐസ് എടുക്കുമ്പോഴായിരിക്കും ഈ സാധനം നമ്മുടെ കയ്യിൽ വരുന്നുണ്ടാവുക. പക്ഷേ ശ്വേത ചേച്ചി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എവിടെയാണ് വച്ചേക്കണെന്നുള്ളൊരു രീതിയിൽ. അതേപോലെ നമ്മുടെ ജാസ്മിൻ്റെ ഒരു മാല പൊട്ടിപ്പോയത് എന്തോ നമ്മുടെ സാബുച്ചേട്ടൻ്റെ കയ്യിലുണ്ട്. അതും പുള്ളി പോവാൻ നേരത്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ജാസ്മിൻ ഫുള്ള് പൊട്ടി ഇന്നലെ റൂമിൽ വെച്ചിട്ട്, സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ഭയങ്കര കരച്ചിലും ഗബ്രിയെ മിസ് ചെയ്യുന്ന രീതിയിലെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ജാസ്മിൻ ചിലപ്പോൾ ഒരു വിക്ടിം പ്ലേ എടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഗെയിം ട്വിസ്റ്റ് ആവാനുള്ള ചാൻസ് ഇനി പോകും ഡേയ്സിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പൂർണ്ണ ഉത്തരവാദി ഇവരുടെ വിസിറ്റ് തന്നെയാണ്. കാരണം ഇവരിൽ നിന്നും മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്നും കിട്ടിയ ഒരു ഫയറിൽ നിന്ന് മേ ബി ആൾ മാറ്റി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ജാസ്മിൻ്റെ ആ ഒരു ഗെയിം ചേഞ്ചിനുള്ള ചാൻസും നമ്മുടെ സാബു ചേട്ടൻ്റെ കാഞ്ഞ ബുദ്ധി.